എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ അങ്ങനെ പൊട്ടിക്കരയുന്നു. അവർക്കൊന്നും എന്നെ കുറിച്ച് ആശങ്കയില്ല. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണെന്നതല്ല അവർ കരയാനുള്ള കാരണം, അവർ ഒറ്റപ്പെട്ടു പോയല്ലോ. എന്റെ ഉമ്മ പറയുന്നത് എനിക്കിനി ആരുണ്ട്, എന്റെ പെങ്ങള് പറയുന്നത് ഞങ്ങൾക്ക് ആരാണുള്ളത്, എന്റെ ഭാര്യ പറയുന്നത് എനിക്കൊരു തുണയില്ലല്ലോ, എന്റെ മക്കള് പറയുന്നത് ബാപ്പയില്ലല്ലോ. എന്റെ ഖബറിലേക്ക് ആരുണ്ടെന്ന് ഒരാൾക്കും ചിന്തയില്ലല്ലോ. ഹാത്തമുല്ല സമ്മതങ്ങളും ശതീകതങ്ങളും ഗുരു ശിഷ്യന്മാരാണ്. 30 കൊല്ലമാണ് ഉസ്താദിന്റെ അടുത്ത് പഠിച്ചത്. എന്താണ് മോനെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോ ശിഷ്യന്റെ മറുപടി 8 കാര്യങ്ങളാണ്. അതൊന്ന് കേൾക്കട്ടെ. ഉസ്താദ് പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു, ഉസ്താദെ അന്നീ നവർതു ഇലൽ ഖൽഖി, ഞാൻ ഇങ്ങനെ മനുഷ്യന്മാരെ ശ്രദ്ധിച്ചു നോക്കി. എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്, ബെസ്റ്റ് ഫ്രണ്ടുകളുണ്ട്. പക്ഷേ എല്ലാ ഫ്രണ്ട്ഷിപ്പിന്റെയും അന്ത്യം മരണത്തോടെ തീരുന്നു. ഖബറിന്റെ അടുത്ത് വന്ന് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞു മണ്ണ് വാരിയിട്ടിട്ട് എല്ലാവരും തിരിച്ചു വരുന്നു. ഖബറാകുന്ന ഇരുളറയിൽ ഞാൻ മാത്രം ഒറ്റപ്പെടുമ്പോ എന്റെ കൂടെ ഖബറിലേക്ക് വരാൻ പറ്റുന്നൊരു ഫ്രണ്ടിനെ ഞാനിങ്ങനെ അന്വേഷിച്ചു. അവസാനം ഉസ്താദെ ഒരു ഫ്രണ്ടിനെ എനിക്ക് കിട്ടി. അതേതാണ് ആ ഫ്രണ്ട് എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ല, ഒരു മനുഷ്യൻ മരിച്ചാൽ ഖബറിലേക്ക് വരുന്ന ഒരു കാര്യം അമലുൻ സ്വാലിഹ്, സ്വാലിഹായ അമലാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ടായിട്ട് സ്വാലിഹായ അമലുകളെ കണക്കാക്കി. ആ അമല് ചെയ്യുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനോടുള്ള വലിയ താല്പര്യമാണ്. മുഅ്മിനീങ്ങളെ, ഇതുപോലത്തെ സ്ഥാപനങ്ങളും സ്വാലിഹീകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് നമ്മൾക്ക് സ്വാലിഹായ അമല് ചെയ്യാനുള്ള അവസരമാണ്. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഏത് സമയവും നമ്മൾക്ക് പോവേണ്ടി വരും. മരണം ഒന്നിന്റെയും അവസാനമല്ല, തുടക്കമാണ്. മരണം അവസാനമെന്ന് ചിന്തിക്കുന്നത് നിരീശ്വരവാദികളാണ്. അതുകൊണ്ട് മരണം ജീവിതത്തിന്റെ തുടക്കമാണെന്നുള്ള ബോധത്തോടെ എപ്പോഴാണെങ്കിലും മരിക്കുമ്പോൾ നല്ല കൽബുമായിട്ട്, നല്ല നാവുമായി, നല്ല കലിമയും ചൊല്ലിട്ട് മരിച്ചു പോകണമെന്നുള്ള ചിന്തയോടെ നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു